ഭാരതം തേടിയ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസറിനെ വധിച്ച് ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഭീകരനെ വധിച്ചത്. കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നിലെ സൂത്രധാരനെയാണ് ഭാരതം വകവരുത്തിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, രണ്ടു കാര്യങ്ങൾ: ഒന്ന്, കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നിലെ സൂത്രധാരനെ വധിക്കുന്നു. രണ്ട്, പാക് കൊടും ഭീകരതയുടെ അടിവേരറുക്കുന്നതിൻ്റെ തുടക്കം. രണ്ടു കാര്യങ്ങൾ ഒറ്റയാക്രമണത്തിൽ അവസാനിപ്പിക്കുന്നു ഭാരതം, അല്ലേ? പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തുകൊണ്ട് ഭാരതം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ, ഭീകരരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് അതിൽ ഭാരതം മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് അസ്കറും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അത് ഭാരതത്തെ സംബന്ധിച്ച് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. കാരണം അബ്ദുൾ റൌഫ് അസ്കറിനെ സംബന്ധിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ, ഒപ്പം മസൂദ് അസറിന്റെ സഹോദരൻ, അതിനുമപ്പുറത്തേക്ക് മസൂദ് അസർ ഭാരതത്തിന്റെ സുരക്ഷാ സേനയുടെ പിടിയിലായപ്പോൾ ആ കാണ്ഡഹാർ വിമാനം റാഞ്ചിക്കൊണ്ട് ഭാരതത്തോട് വിലപേശി മസൂദ് അസറിനെ മോചിപ്പിച്ച ഭീകര പ്രവർത്തനത്തിന്റെ സൂത്രധാരൻ, അതിനുമപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിന്റെ മണ്ണിലേക്ക് ആയുധവും സ്ഫോടക വസ്തുക്കളുമായി യുവാക്കളെ ഉൾപ്പെടെ കയറ്റിവിടുന്ന ഭീകര ഗൂഢാലോചനയുടെ തലവൻ എന്ന കാര്യം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവിധ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇന്ത്യ വിരുദ്ധ, ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ തലവനാണ് ഇപ്പോൾ ബഹവൽപൂരിൽ നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കാരണം ജെയ്ഷെ മുഹമ്മദും നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം എടുത്തു പറഞ്ഞതുപോലെ ജെയ്ഷെ മുഹമ്മദും മസൂദ് അസറും ഉൾപ്പെടെയുള്ള ഭീകരർ ഏറ്റവും സുരക്ഷിത ഇടം എന്ന് കരുതിയിട്ടുള്ള ഒളിത്താവളമാണ് ഭാരതവുമായുള്ള അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ പാകിസ്ഥാനുള്ളിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ പരിശീലന റിക്രൂട്ട്മെന്റ് കേന്ദ്രം. പലപ്പോഴും മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഈ ജെയ്ഷെ മുഹമ്മദിന്റെ മേധാവിയും ഈ ഭീകര താവളത്തിൽ ഉണ്ടാകാറുണ്ട്. അവിടെയാണ് 9 കേന്ദ്രങ്ങളിൽ ഭാരതം അടിച്ചപ്പോൾ അതിലൊരു കേന്ദ്രം ഈ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രമായിരുന്നു. ആ മിസൈൽ ആക്രമണത്തിലാണ് കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനും 2007 മുതൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറും മസൂദ് അസറിന്റെ സഹോദരനുമായിട്ടുള്ള അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് കേവലം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മാത്രം തിരിച്ചടിയായി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ, മുംബൈ ഭീകരാക്രമണത്തിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള റിവഞ്ച് കൂടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ സൈന്യം നടപ്പാക്കിയിട്ടുള്ളത്. മുംബൈ ഭീകരാക്രമണം നടത്തിയ ഹെഡ്ലിയും ഒപ്പം അജ്മൽ കസബുമുള്ള ഭീകരർക്ക് പരിശീലനം നൽകിയിട്ടുള്ള ഹിസ്ബുൾ ഭീകര കേന്ദ്രങ്ങൾ, കാണ്ഡഹാർ വിമാനം റാഞ്ചലിന്റെ സൂത്രധാരൻ ഇത്തരത്തിൽ അബ്ദുൾ റൌഫ് അസറിനെ വധിച്ചത്, അത്തരത്തിൽ നിരവധി റിവഞ്ചുകൾ കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ മണ്ണിൽ ഭാരതം നേടിയിട്ടുള്ളത് എന്ന് വേണം കൂട്ടിച്ചേർക്കാൻ. ഈ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ അബ്ദുൾ റൌഫ് ഉൾപ്പെടെ മസൂദ് അസറിന്റെ അടുത്ത കുടുംബാംഗങ്ങൾ 10 പേരും മസൂദ് അസറിന്റെ 4 അടുത്ത അനുയായികളും ഉൾപ്പെടെ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഭാരതത്തിന് ലഭിച്ചിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ലഭിച്ചിട്ടുള്ളത് തന്നെ 100-ലധികം ഭീകരർ, അത് ലഷ്കർ ഇ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും കൂടാതെ ഹിസ്ബുൾ മുജാഹിദിന്റെയും കമാൻഡർമാരുൾപ്പെടെ 100-ലധികം ഭീകരർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് ഭാരതവും അമേരിക്കയും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരതത്തിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ 2007 മുതൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറായിട്ടുള്ള അബ്ദുൾ റൌഫ് അസറിനെ വധിക്കാനായി എന്നത്. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണ.